നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പേരാണ് ജാസ്മിന്റെയും ഗബ്രിയുടെയും. തുടക്കം മുതൽ ഒടുക്കം വരെയും ഇരുവരെയും ചുറ്റിപ്പറ്റിയായിരുന്നു ഷോ മുന്നോട്ട് പോയിരുന്നത്. എല്ലാവരും കൂട്ടം ചേർന്ന് ആക്രമിച്ചപ്പോൾ തനിക്ക് ചായാൻ ഉണ്ടായ തോളായിരുന്നു ഗബ്രി എന്നായിരുന്നു ജാസ്മിൻ ഹൗസിന് അകത്തും പുറത്തുമെല്ലാം പറഞ്ഞത്. ഇരുവരുടെയും ഈ കൂട്ടുകെട്ട് ജാസ്മിന്റെ വ്യക്തി ജീവിതത്തിൽ വരെ വലിയ പ്രശ്നങ്ങളാണ് വഴിവെച്ചത്. ബിഗ് ബോസ് കഴിഞ്ഞാലും ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഈ സൗഹൃദം തുടരില്ല എന്നാണ് പലരും പറഞ്ഞത്. എന്നാൽ ബിഗ് ബോസിന് ശേഷം പുറത്തിറങ്ങിയതിന് പിന്നാലെ ഇരുവരും അടുത്ത സൗഹൃദവും സൂക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജാസ്മിൻ ഇട്ട റീൽസിനും ഗബ്രി ഇട്ട റീൽസിനും രണ്ടുപേരും പരസ്പരം കമന്റും ഇട്ടിരുന്നു. ഇതോടെ ആരാധകർക്കും സന്തോഷമായി. നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുമായി എത്തിയത്. നിന്റെ മനസ്സിലുള്ള ആ സ്നേഹം മുഖത്ത് കാണാനുണ്ട്, ആർക്കും അത് തടയാനാകില്ല, സ്നേഹം സത്യമാണ്, ഗബ്രി ചിരി മാത്രമല്ല ഇടുന്ന റീൽസ് ക്വാളിറ്റിയാണ്, പൊളിമോനെ എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനും ബ്ലാക്ക് ഡ്രസ്സിൽ റീൽ ഇന്ന് ഇട്ടിട്ടുണ്ട്. ജാസ്മിൻ ഇല്ലാത്ത ഗബ്രിക്കും ഗബ്രി ഇല്ലാത്ത ജാസ്മിനും പൂർണ്ണതയില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്നിക്കൂ. നിങ്ങൾ എന്നും ഇതുപോലെ നിങ്ങൾക്ക് കംഫർട്ട് എന്താണോ അതുപോലെ ഒന്നിച്ചിരിക്കണം. നിങ്ങളുടെ ശത്രുക്കളുടെ ചിരി മായണം, റിയാക്ട് പോലും ചെയ്യാനാവാതെ തകരണം അവരെല്ലാവരും. നിങ്ങൾ ഒന്നിനും പ്രതികരിക്കരുത്, നിങ്ങളുടെ ഹാപ്പിനെസ്സുമായി മുന്നോട്ട് പോകണം എന്നിങ്ങനെ പോകുന്നു. നിരവധി കമന്റുകളാണ് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വരുന്നത്. അതേസമയം ഗബ്രിയുമായുള്ള കോംബോ കാരണമാണ് ജാസ്മിൻ ബിഗ് ബോസിൽ 1-ാം സ്ഥാനം ലഭിക്കാത്തതെന്ന് പറയുന്നവരുമുണ്ട്. ജാസ്മിൻ ഗബ്രിയുമായി കോംബോ ഉണ്ടാക്കാതെ കളിച്ചിരുന്നെങ്കിൽ 1-ാം സ്ഥാനത്ത് അല്ലെങ്കിൽ 2-ാം സ്ഥാനത്തോ എത്തുമായിരുന്നു എന്നാണ് ചിലരും പറയുന്നത്. ജാസ്മിനും ഗബ്രിയുടെയും തുടക്കം മുതൽ ഒരുമിച്ചാണ് കളിച്ചിരുന്നത്. തുടക്കത്തിൽ ഇവർ മറ്റ് മത്സരാർത്ഥികളുമായി തീരെ അടുപ്പമുണ്ടായിരുന്നില്ല. എന്നാൽ ഗബ്രി പുറത്തു പോയതോടെ ജാസ്മിൻ മറ്റുള്ള മത്സരാർത്ഥികളുമായി സൗഹൃദം ഉണ്ടാക്കി തുടങ്ങി. അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും ജാസ്മിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ കുറഞ്ഞിരുന്നു. എന്നാൽ ഗബ്രിയുമായുള്ള സൗഹൃദം ജാസ്മിൻ ഉപേക്ഷിച്ചിരുന്നില്ല. ഗബ്രി തിരിച്ചു വന്നപ്പോൾ വ്യക്തമായതാണത്. ജിൻഡോ 1-ാം സ്ഥാനം നേടുമെന്ന് പ്രേക്ഷകർക്ക് ഉറപ്പായപ്പോഴും 2-ാം സ്ഥാനത്ത് ജാസ്മിൻ എത്തുമെന്നാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ 3-ാം സ്ഥാനമാണ് ജാസ്മിൻ നേടിയത്. പുറത്തിറങ്ങിയ ജാസ്മിൻ റസ്മിനുമായി അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്നുണ്ട്. പലരും പണത്തിനു വേണ്ടി ചതിച്ചുവെന്ന് ജാസ്മിൻ പറയുകയും ചെയ്തിരുന്നു. ജാസ്മിന്റെ വിവാഹം മുടങ്ങിയതിനെ കുറിച്ചൊന്നും താരം ഇതുവരെ പ്രതികരിച്ചില്ല. എന്തായാലും ഇനി എന്താണ് ജാസ്മിന്റെ അല്ലെങ്കിൽ ഗബ്രിയുടെയും മുന്നോട്ടുള്ള ആ ഒരു നീക്കം, അതെന്താണെന്ന് പ്രേക്ഷകർ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ്.